എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. നല്ല ചൂട് സമയത്തേക്കും അതുപോലെ തന്നെ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നല്ല വെറൈറ്റി ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഈസിയാണ് കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 3 മീഡിയം വലിപ്പമുള്ള ക്യാരറ്റ് ആണ് കേട്ടോ. ക്യാരറ്റ് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയതാക്കി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഈ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. ഈ ഒരു ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന അത്രയും മാത്രം വെള്ളം മതി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഒരു വിസിലടിപ്പിക്കുക. ഒരു വിസിലടിച്ച് അതിൻ്റെ ഒരു ആവി പൂർണ്ണമായി മാറിയതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് തുറന്ന് നോക്കുക. എനിക്കിപ്പോൾ ഇവിടെ ഒരു ക്യാരറ്റ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ക്യാരറ്റ് നന്നായിട്ട് വേഗണം കേട്ടോ. അഥവാ നമ്മൾ ഇതുപോലെ ഞെക്കി നോക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്നും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുത്താൽ മാത്രം മതി. ഇനി ഇതിൽ മിച്ചമുള്ള ഒരു വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ആ ഒരു ക്യാരറ്റിൻ്റെ ചൂട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 3.5 കപ്പ് അളവിൽ പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. 250 ml ഈ ഒരു കപ്പിൽ 3.5 കപ്പ് അളവിൽ പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ഫുൾ ഫാറ്റ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഈ ഒരു പാല് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ വീണ്ടും ആ ഒരു സമയത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു പഞ്ചസാര ഉരുകി വരുന്നതിന് വരെ വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ വേണ്ടത്. 3.5 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മുതൽ ഒരു 1/2 കപ്പ് വരെ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കിയിട്ടെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ മാറ്റി മാറ്റി ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം നമ്മൾ അതുപോലെ തന്നെ ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടും. ഒരുപാട് ഓവറായിട്ട് കുറുകി പോകരുത്. ഇത് കണ്ടില്ലേ, കറക്റ്റ് ഈ ഒരു പാകത്തിനാണ് കേട്ടോ നമുക്കിത് കുറുകി കിട്ടേണ്ടത്. ഇതുപോലെ ഈ ഒരു പാകത്തിന് നമുക്ക് കുറുകി വന്നാൽ ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഒരു ക്യാരറ്റിൻ്റെ ഒരു ചൂടൊക്കെ പോയിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ ചൂട് പൂർണ്ണമായി മാറിയതിന് ശേഷം മാത്രം ഇതുപോലെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഐസ്ക്രീമാണ് കേട്ടോ. വാനില ഐസ്ക്രീമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ടോട്ടൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 സ്കൂപ്പ് ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 2 സ്കൂപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നത് കാണിക്കുന്നുള്ളൂ. അരച്ചെടുക്കുന്ന സമയത്ത് 2 സ്കൂപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ അരച്ചിട്ടെടുക്കുന്നത്. ഒരുപാടങ്ങ് ലൂസായി പോവാതെ നല്ല ക്രീമി പരുവത്തിന് വേണം നമ്മൾ ഈ ഒരു ഐസ്ക്രീമും ചേർത്തിട്ട് ഈ ഒരു ക്യാരറ്റ് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മളൊരു 2 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുത്ത് നോക്കുക. എന്നിട്ട് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ വീണ്ടും ഒന്നും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടും കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ 4ാമത്തെ സ്കൂപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് 4 സ്കൂപ്പ് ഇട്ട് കൊടുത്തപ്പോഴാണ് ഇത് കണ്ടില്ല നല്ല ക്രീമി ആയിട്ടുള്ള പരുവത്തിന് നമുക്കിതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അഥവാ നമ്മുടെ കയ്യിൽ ഐസ്ക്രീം ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് പാലും അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചിട്ടെടുത്താലും മതി. ഈ ഒരു സെയിം രീതിയിൽ നമ്മൾ ഐസ്ക്രീമും കൂടി ചേർത്തിട്ടാണ് ഇത് അടിച്ചിട്ടെടുക്കുന്നതെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നന്നായി തണുത്തിയൊരു കസ്റ്റാർഡിൻ്റെ ഒരു മിക്സ് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഒരു ക്യാരറ്റിൻ്റെയും ഈ ഒരു ഐസ്ക്രീമിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു ക്യാരറ്റിൻ്റെ ഒരു മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇത് കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഇത് ഒരുപാട് ലൂസാക്കി എടുക്കാനും പാടില്ല. കുറച്ചും കൂടി പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കണ്ടില്ല ഈ ഒരു കറക്റ്റ് പരുവത്തിന് വേണ്ടിയിട്ട് നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലും ലൂസായി പോകരുത്. ഈ ഒരു പരുവത്തിന് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു മധുരമൊക്കെ നോക്കുക. നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാരപ്പൊടി ഇതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ കറക്റ്റ് ഒരു മധുരമാണ്. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം.
വെക്കാം. അതിനിപ്പോൾ ഇത്ര ടൈമൊന്നുമില്ല. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. ഞാനിപ്പോൾ ഇതിവിടെ 2-3 മണിക്കൂറിന് ശേഷമാണ് എടുക്കുന്നത്. നന്നായിട്ട് ഇതിപ്പോൾ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ തന്നെ തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സ് ഇപ്പോൾ ഇന്ന ഫ്രൂട്ട്സ് ഒന്നും ഇല്ല കേട്ടോ, നമ്മുടെ കയ്യിൽ ഉള്ള ഫ്രൂട്ട്സ്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ സാധാരണ ഫ്രൂട്ട്സ് സലാഡിൽ ഇട്ട് കൊടുക്കുന്ന ഒരു ഫ്രൂട്ട്സ് മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. പുളിയുള്ള ടൈപ്പ് ഫ്രൂട്ട്സ് ഒന്നും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന എല്ലാ പഴങ്ങളും നല്ല പഴുത്തിട്ടുള്ളതായിരിക്കണം. ആ ഒരു കറച്ചൊവയൊന്നും ഉണ്ടാവരുത്. അങ്ങനെ ഒരു കറച്ചൊവ ഉണ്ടെങ്കിൽ ഈ ഒരു ഡെസേർട്ടിന് തന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസം അറിയാൻ പറ്റും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ ആപ്പിൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു അരക്കപ്പ് നല്ല ബ്ലാക്ക് മുന്തിരിയും നല്ല പഴുത്ത മാമ്പഴമാണിത്, അതൊരു അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പളവിൽ നല്ല പഴുത്ത അനാറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് നട്ട്സ്, നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബദാമും കാഷ്നട്ടും ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് സബ്ജ സീഡ്സ് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്തി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ആ ഒരു സബ്ജ സീഡ്സും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിരിക്കുന്നതല്ലേ, അപ്പോൾ ഇതിന് നല്ലൊരു തണുപ്പുണ്ട് ഇപ്പോൾ. അപ്പോൾ നല്ല തണുപ്പോട് കൂടിയിട്ട് തന്നെ വേണം നമ്മളിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു നല്ല തണുപ്പോട് കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഒരു നല്ല തണുപ്പോട് കൂടിയിട്ട് തന്നെ നമ്മളിത് സെർവ് ചെയ്യുക. ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്ലാസിൻ്റെ മുകളിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ട് തന്നെയുള്ള ക്യാരറ്റ് കസ്റ്റാർഡെന്നോ ക്യാരറ്റ് ഫ്രൂട്ട് സലാഡെന്നോ എന്ത് വേണമെങ്കിലും നമുക്കിതിനെ വിളിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ ഫ്രൂട്ട് സലാഡൊക്കെ കസ്റ്റാർഡ് വെച്ചിട്ട് ഉണ്ടാക്കാറുള്ളതാണ്. ഇതുപോലെ ക്യാരറ്റും കൂടി ചേർത്തുണ്ടാക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റി ആയതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.